മനോവ്യസനത്തോടെ പ്രാർത്ഥിക്കുന്ന, അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി അയക്കുന്ന ഒരു മഹാദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുന്ന ദൈവത്തിൻ്റെ പൈതലെ, എല്ലാവരും നിന്ദിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട് ഒരു നന്മ കാണുവാൻ ഇതുവരെയും കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഏതെങ്കിലും വിഷയത്തിൽ കരയുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവാത്മാവിന് നിങ്ങളോടൊരാലോചനയുണ്ട്. ഹന്ന മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. 1 ശമൂവേൽ 1-ാം അധ്യായം 10-ാം വാക്യം. തലമുറയുടെ വിഷയത്തിൽ എല്ലാവരും നിന്ദിക്കുമ്പോൾ ദൈവസന്നിധിയിൽ കരഞ്ഞ ഹന്നയുടെ പ്രാർത്ഥനയുടെ മറുപടി. 1 ശമൂവേൽ പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യം. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് അപേക്ഷിച്ച അപേക്ഷ ദൈവം എനിക്ക് നൽകി തന്നു. ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കുന്ന ഒരു ദൈവമുണ്ട്. നിൻ്റെ ദുഃഖത്തെ സന്തോഷമാക്കുന്ന ഒരു ദൈവമുണ്ട്. നിൻ്റെ വേദനയെ ആഹ്ലാദമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹന്നയെപ്പോലെ കരയുന്ന നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി നിങ്ങളുടെ മുമ്പിൽ ക്രിസ്തു യേശു ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നീ കരയണ്ട, സന്തോഷത്തോടെ ഇരിക്കുക. നിൻ്റെ വിഷയത്തിന് മറുപടിയുണ്ട്. തലമുറയാണോ വിഷയം, അത് വേറെ ഏതെങ്കിലും നന്മയാണോ വിഷയം? തകർച്ചയുടെ മുമ്പിൽ വേദനിക്കുന്ന വ്യക്തിയാണോ? ഭാരപ്പെടേണ്ട. മനോവ്യസനത്തോടെ ദൈവസന്നിധിയിൽ കരഞ്ഞ ആ പ്രാർത്ഥനയുടെ മറുപടി നിൻ്റെ ജീവിതത്തിൽ എത്താൻ സമയമായി. വിശ്വസിക്കുക, ആ ദൈവം നിൻ്റെ അടുക്കൽ ഇറങ്ങി വരുന്നു. വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവം, ഇരട്ട് അഴിച്ച് സന്തോഷം ഉടിപ്പിക്കുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ആകമാനൊരു മാറ്റം വരുത്തി, ആഹ്ലാദവും സന്തോഷവും വരുത്തി ആ മാനിക്കുന്ന ദൈവത്തിൽ ഇന്ന് വിശ്വസിക്കുക.